കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കാന്തപുരം ഉസ്താദ് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത്. മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ട് വ്യായാമ മുറകൾ പരിശീലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്നും ഇത് ദീനിനെതിരാണെന്നുമാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അതായത് മുസ്ലിം സ്ത്രീകളോടാണ് ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇസ്ലാമിൻ്റെ നിയമ വിലക്കുകൾ അറിയണമെന്ന് താല്പര്യപ്പെടുന്ന സുന്നികളായ സ്ത്രീകളോടാണ് കാന്തപുരത്തിൻ്റെ പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏത് വ്യായാമ മുറകളും നിങ്ങൾ പരിശീലിക്കുന്ന സമയത്ത് അന്യ പുരുഷന്മാരുമായി അന്യ സ്ത്രീകൾ ഇടകലരുന്ന ഇസ്ലാമിൻ്റെ വിധിയെ തെറ്റിച്ചുകൊണ്ടുള്ള യാതൊരുവിധ കലയും അതൊക്കെ ദീനിനെ പൊളിക്കുന്ന സംഭവമാണ് എന്ന് വളരെ അർത്ഥവത്തായ വെട്ടിത്തുറന്നുകൊണ്ട് ദീനിൻ്റെ നിയമം പറയാൻ ധൈര്യം കാണിച്ച ഒരു സന്ദർഭവും കൂടിയായിരുന്നു, പ്രത്യേകിച്ച് ഇക്കാലത്ത് ഈ കാന്തപുരത്തിൻ്റെ ഒരു പ്രസ്താവന. നമുക്കറിയാം, ആ പ്രസ്താവന വന്നത് മുതൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ അതിന് വലിയ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്രസ്താവന വന്നത് മുതൽ പ്രൈം ടൈം ഡിബേറ്റിന് വിഷയമില്ലാത്ത ചാനലുകാർ ഇത് ഏറ്റെടുക്കുകയും പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലെയുള്ള മുഖ്യധാരാ ചാനലുകൾ ഇസ്ലാമിനെ പറിച്ചുതാമെന്നും കാന്തപുരത്തെ ഒറ്റപ്പെടുത്തി കളയാമെന്നൊക്കെ കരുതിക്കൊണ്ട് വലിയ വലിയ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരു വിദ്വാൻ ചോദിക്കുന്നു, മുസ്ലിം പണ്ഡിതന്മാർ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവിടുത്തെ ജനങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ്. നമുക്കതൊന്ന് കേൾക്കാം. കാന്തപുരം സ്ത്രീകളെ ആയുധമാക്കുകയാണോ? മനുഷ്യരെ ഏത് നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനാണ് മതപണ്ഡിതർ ശ്രമിക്കുന്നത്? അപ്പൊ അതാണ്, മതപണ്ഡിതന്മാർ ഏത് നൂറ്റാണ്ടിലേക്കാണ് മനുഷ്യരെ വലിച്ചു കൊണ്ടുപോകുന്നതെന്നാണ് ഈ വിദ്വാൻ ചോദിക്കുന്നത്. അതായത് കാന്തപുരം ഇത്തരത്തിൽ ഒരു ദീനിന്റെ നിയമം പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് വിരളി പൂണ്ട ഈ ഏഷ്യാനെറ്റിലെ വിദ്വാൻ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നു, ഏത് നൂറ്റാണ്ടിലേക്കാണ് മനുഷ്യരെ മതപണ്ഡിതന്മാർ വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന്. ഏതായാലും ഈ ചോദ്യത്തിന് ഒരു ഇന്റർനാഷണൽ മറുപടി ഇതേ ചാനലുകാരനായ മറ്റൊരു വിദ്വാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഇത് കഴിഞ്ഞ് ഇവർ പറയുന്ന, കാന്തപുരത്തെ കൊണ്ട് പറയുന്ന കുറച്ച് കളവുകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ഈ ഏഷ്യാനെറ്റുകാരൻ തന്നെ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അതൊന്ന് കേൾക്കാം. ഇങ്ങനെ തുടരുകയാണ്. കൗതുകം അതല്ല, ഇപ്പോൾ അങ്ങനെ വിമർശിക്കാനാണെങ്കിൽ ഈ സ്ത്രീ പുരുഷ സഹകരണമൊക്കെയായി ബന്ധപ്പെട്ട് മുസ്ലിം മതത്തെ മാത്രം വിമർശിച്ചാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾക്ക് കയറാൻ കഴിയാത്ത ഇടങ്ങൾ, സ്ത്രീകൾക്ക് പുരോഹിതരാകാൻ കഴിയാത്ത ഇടങ്ങൾ, അവരെല്ലാം ചേർന്നാണ് ഏത് നൂറ്റാണ്ടിലാണെന്ന് മുസ്ലിങ്ങളെ നോക്കി വിരൽ ചൂണ്ടി പറയുന്നത്. ഒന്നുകിൽ അതാത് മതങ്ങൾക്കുള്ളിലുള്ള ആളുകൾ നവീകരണ ശ്രമങ്ങൾ നടത്തുക, അതല്ലെങ്കിൽ അതിലുള്ള ആളുകൾ പുറത്തിറങ്ങി സ്വന്തം നിലയിൽ ജീവിക്കുക. അതല്ലാതെ ഇത്തരം തർക്കങ്ങളിൽ വലിയ പ്രസക്തി ഉണ്ടെന്നും അവരെ നോക്കി ഇങ്ങനെ കൈ ചൂണ്ടി നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിക്കുന്നതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ചെറിയ അപ്പൊ അതാണ്, ഇത് നമ്മോടല്ല, ഇത് ഏഷ്യാനെറ്റിലെ തന്നെ സുരേഷിനോടാണ് പറയുന്നത്. ആദ്യം സ്വന്തം മതത്തിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വാ, എന്നിട്ട് ചൂണ്ടാ മുസ്ലിങ്ങൾക്ക് നേരെ എന്ന് ഏഷ്യാനെറ്റുകാരൻ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. അതായത് നമുക്കറിയാം, ഇവിടെയുള്ള നാനാ മതങ്ങളിലും സ്ത്രീ പുരുഷന്മാർ നിയമത്തിൽ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീകൾക്ക് പല അമ്പലങ്ങളിലും അതുപോലെ പല ആരാധനാ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തെക്കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് കേരളത്തിന് സുപരിചിതമായ വിഷയങ്ങളാണ്. ഇതൊന്നും പ്രത്യേകിച്ച് വലിച്ചു നീട്ടി ഏതെങ്കിലും മതത്തിനെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതാത് മതങ്ങളിലുള്ള പ്രശ്നങ്ങൾ, സുരേഷിൻ്റെ മതത്തിലും മറ്റുമൊക്കെയുള്ള അവൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയ നിയമങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം മാത്രം മതി ഇസ്ലാമിൻ്റെ നേർക്കും മുസ്ലിമീങ്ങളുടെ നേർക്കും ഈ ചൂണ്ടിയിട്ട് മതപണ്ഡിതന്മാർ ആളുകളെ ഏത് നൂറ്റാണ്ടിലേക്കാണ് വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കാനെന്നാണ് ഈ ഏഷ്യാനെറ്റുകാരനായ ആള് തന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം, സ്ത്രീ പുരുഷൻ സമത്വം എന്ന് പറയുന്ന, ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. കാരണം സ്ത്രീയും പുരുഷനും തമ്മിൽ ഘടനപരമായി തന്നെ സൃഷ്ടിപ്പിൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് അംഗീകരിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീകളുടെ വിഷയങ്ങൾ വരുമ്പോൾ ഈ ഇസ്ലാമോഫോബിയ മനസ്സിലുള്ള ചില ആളുകൾക്ക് അപ്പോൾ ഒരു വല്ലാത്ത ഒരു ആവേശം ഇങ്ങ് കയറി വന്ന് മുസ്ലിം പണ്ഡിതന്മാരെ ഏത് കാലഘട്ടത്തിലേക്കാണ് ഇവർ
4-ാം നൂറ്റാണ്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുകയാണോ എന്നൊക്കെ ചോദിച്ച് വലിയ വാഗ്വാദങ്ങൾ മുഴക്കി സംസാരിക്കുക എന്നല്ലാതെ ഇവർ പറയുന്നതിലൊന്നും വലിയ കഴമ്പില്ലെന്നും ഇവർക്ക് തന്നെ ഒരു ഈക്വാലിറ്റിയും ഇവിടെ നടപ്പിലാകാൻ പോകുന്നില്ലെന്നും അതൊന്നും നടക്കാൻ പോകുന്ന സംഭവമല്ലെന്നും ഇവർക്ക് തന്നെ അറിയാം. പിന്നെ ഇസ്ലാമിനെ ആക്രമിക്കുവാനും മുസ്ലിം പണ്ഡിതന്മാരെ വലിച്ചു കീറുവാനും ഒക്കെ എന്തെങ്കിലും വിഷയം കിട്ടുമ്പോൾ അതൊക്കെ അങ്ങ് നടപ്പിൽ വരുത്തി കളയാം, അങ്ങ് ജനമധ്യത്തിലിട്ട് ചോദ്യം ചെയ്ത് കളയാം എന്നൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് വരികയാണ്. പലപ്പോഴും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇസ്ലാം ലോകത്ത് അതിവേഗം വളരുന്ന ഒരു മതമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ഏഷ്യാനെറ്റുകാരൻ്റെ ചോദ്യത്തിൽ തന്നെ ഒരു ഒരു റിപ്പോർട്ടർ, അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം വലിയൊരു കളവ് കാന്തപുരം ഉസ്താദിനെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ കൊണ്ടും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ എന്തോ സ്ത്രീകളെയും പുരുഷന്മാരെയും ഇടകലർത്തി ഇരുത്തിയെന്നും അപ്പോൾ പണ്ടങ്ങനെ ഇരുത്തിയപ്പോൾ കാന്തപുരം പറഞ്ഞ ഇതൊക്കെ നടക്കണം എന്നാണ് പോലും എന്നൊക്കെ രീതിയിലുള്ള ഒരു സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഇതെന്തൊക്കെയാണ്? അഭിജോത്, ഈ തമാശ ഇങ്ങനെ തുടരുകയാണ്. ഇതിൽ ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ AP സുന്നി വിഭാഗത്തിനെതിരെ കുറച്ചു നാൾ മുമ്പ് ഉയർന്ന വിമർശനം, അവർ പെൺകുട്ടികൾക്കടക്കം പലതരത്തിലുള്ള കോഴ്സുകൾ തുടങ്ങി അങ്ങനെ ക്ലാസ്സുകളിൽ ഇടകലർന്നിരുന്ന് പഠിക്കാനൊക്കെ അനുവദിക്കുന്നു എന്നുള്ള വിമർശനം വന്നപ്പോൾ ഇതേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഭാഗം തന്നെ പറഞ്ഞിരുന്നത്, എന്തിനാണ് ഇങ്ങനെ വിലക്കുന്നത്, ഇവരൊക്കെ പഠിച്ച് കൂടുതൽ ബുദ്ധിയുള്ളവരാവട്ടെ, ജോലികൾ നേടട്ടെ, പുതിയ ലോകത്തെത്തട്ടെ എന്നൊക്കെയാണ്. പക്ഷേ ഇതേ ഇവർ തന്നെ ഇപ്പോൾ മെക്സവനെതിരെ രംഗത്ത് വരികയും അവർ വ്യായാമം ചെയ്യുന്നത് എന്തോ അപരാധമാണെന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവർക്ക് വാർഷികമായിട്ട് പലതരത്തിലുള്ള നേർച്ച സ്വഭാവമുള്ള സംഭവങ്ങൾ, റംസാൻ അതുപോലുള്ള ചടങ്ങുകളിലൊക്കെ തന്നെ, റംസാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പലതരത്തിലുള്ള ചടങ്ങുകൾ ഒക്കെ തന്നെ ഇതുപോലെയുള്ള സ്ത്രീകളും പുരുഷന്മാരും കൂട്ടമായി എത്തുന്നുണ്ട്. അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇവർ പള്ളികളിൽ സ്ത്രീകളെ കയറ്റുകയും ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള പലതരം വൈരുദ്ധ്യങ്ങളുള്ള. അപ്പൊ അതാണ് വിശദീകരണം കൊടുക്കുന്ന ഈ റിപ്പോർട്ടർ കാര്യമായി 3 കളവാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ കളവെന്ന് പറയുന്നത്, മുമ്പ് ഇവരുടെ തന്നെ സ്കൂളുകളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നായി ഇടകലർത്തിയിരുത്തുകയും ഇതിനെതിരെ വലിയ വിമർശനം വന്നപ്പോൾ അപ്പോൾ കാന്തപുരം പറഞ്ഞത്, അവരൊക്കെ ഇടകലർന്ന് ഇരിക്കട്ടെ, എന്നിട്ട് അവർ പഠിച്ച് വലിയ ആളുകളും വിദ്യാഭ്യാസ വിപ്ലവങ്ങളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ആവട്ടെ, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് പോലും. ഇതൊരു വലിയ പച്ചക്കള്ളമാണ്. കാന്തപുരം ഉസ്താദിനെ കൊണ്ട് ഒരു പച്ചക്കള്ളം ജനസമൂഹത്തിനിടക്ക് മില്യൺ കണക്കിന് ആളുകൾ കാണാൻ സാധ്യതയുള്ള ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഒരു മുസ്ലിം നാമധാരിയായ ഒരു റിപ്പോർട്ടർ പറഞ്ഞ ഒരു കളവാണ്. ഇതിന് ഈ ഏഷ്യാനെറ്റുകാരനോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചാനലുകാരനോ ഇതിന് തെളിവ് നിരത്താൻ പറ്റുമോ? ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇത്തരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് ഇരിക്കട്ടെ എന്നും അവരൊക്കെ വിദ്യ അഭ്യസിക്കട്ടെ, ഇതൊന്നും വലിയ ചോദ്യം ചെയ്യേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ്, ഒരു ക്ലിപ്പ്, ഒരു പ്രസംഗം നിങ്ങൾക്കാർക്കെങ്കിലും തെളിവ് നിരത്താൻ പറ്റുമോ? ഇതൊരു വലിയ പച്ചക്കള്ളം സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടങ്ങ് പോവുകയാണോ? ഒരു മുഖ്യധാരാ ചാനലുകളൊക്കെ ആകുമ്പോൾ കേരള മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഇവിടെ ചെറിയ വിഭാഗമല്ല, 10-26% വരുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങൾ കൂടി കാണുന്ന ചാനലാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളവ് ഈ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന അനുസരിക്കുന്ന ഒരു പണ്ഡിതരെ കൊണ്ട് പറഞ്ഞങ്ങ് പോവലല്ല. പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കളവ്, ഇവർ റംസാൻ പരിപാടികളിലും റംസാൻ മാസങ്ങളിൽ ഈ റമദാനിലുള്ള മറ്റു പരിപാടികളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇടകലരാറുണ്ട്, അതിനൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല, ഈ ഒരു മെക്സവൻ കൂട്ടായ്മയിൽ കൂടുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് പ്രശ്നമെന്നാണ്. ഞാൻ ചോദിക്കുന്നു, ഏത് റമദാൻ പരിപാടിയിലാണ്? റമദാനിലാകെ നടക്കാൻ സാധ്യതയുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അത് നോമ്പുതുറയാണ്. ഏത് നോമ്പുതുറയിലാണ് ഇവിടുത്തെ സുന്നികൾ, അല്ലെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന സുന്നികൾ, അല്ലെങ്കിൽ മറ്റ് EK വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു സുന്നികൾ ഈ സ്ത്രീകളും പുരുഷന്മാരും അഥവാ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് ഇതിങ്ങനെ റമദാൻ നോമ്പുതുറ നടത്താമെന്നും അത്തരത്തിൽ അവരുടെ നേതൃത്വത്തിൽ ഏത് നോമ്പുതുറയാണ് നടന്നത്? നാട്ടിൽ ഏതെങ്കിലും ഒരാളുകൾ എപ്പോഴെങ്കിലും നടത്തുന്ന നോമ്പ് തുറക്കൊന്നും കാന്തപുരം ഉസ്താദോ അദ്ദേഹത്തിന്റെ സംഘടനയോ അല്ലെങ്കിൽ ഇവിടുത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഔദ്യോഗിക പ്രസ്ഥാനങ്ങളായ ഇരുവിഭാഗം സംസ്ഥകളോ അതൊന്നും അവർക്ക് ഉത്തരവാദിത്തമില്ല. ആരെങ്കിലും നടത്തുന്നതിനെ കുറിച്ചല്ല, ഇവർ നടത്തുന്നു എന്ന് പറയുമ്പോൾ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലോ മറ്റോ ഇത്തരത്തിലൊരു സംഭവം നടന്നതായിട്ട് ഈ ചാനലുകാരന് തെളിയിക്കാൻ പറ്റുമോ?
അല്ലെങ്കിൽ അങ്ങനെ നോമ്പ് മുറിക്കുന്ന സമയത്ത്, നോമ്പ് തുറ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിൽ അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്നുകൊണ്ട് മിംഗ്ലിംഗ് നടക്കുന്നതിൽ ഒരു വിഷയവും ഇല്ല എന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്തൊരു അസംബന്ധമാണ്. അതായത് ഇയാൾ വലിച്ചു നീട്ടി കൊണ്ടുവരുന്നത്, ഇവർക്ക് ഇതൊക്കെ നടക്കാൻ ഒരു പ്രശ്നവുമില്ല, എന്നാൽ ഇവർക്ക് മെക്സവൻ പറ്റില്ല എന്നതാണ് ഇവർ വലിച്ചു നീട്ടി കൊണ്ടുവരുന്നത്. ഇവിടെ ഇത് തന്നെ ഒരു കളവാണ്. കാന്തപുരം ഉസ്താദ് ഇത്തരത്തിൽ ഒരു വ്യായാമത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മെക്സവൻ എന്ന ഒരു വാക്കേ പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. മെക്സവനിൽ അത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിലും പോകാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നല്ലാതെ ഉസ്താദ് അത്തരത്തിലുള്ള ഒരു പേരോ മറ്റോ എടുത്തു പറഞ്ഞ് ആരെങ്കിലും പ്രത്യേകിച്ച് ഊന്നിപ്പറഞ്ഞതല്ല. ഉസ്താദ് പൊതുവായ ഒരു വാക്ക് പറയുകയാണ്, ഇത്തരത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് ഏത് വ്യായാമ മുറ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും അതൊക്കെ ദീനിനെതിരാണ് എന്ന് വളരെ ശക്തമായി പറഞ്ഞ ഒരു ദീനിന്റെ നിയമമാണ്. അതുപോലെ ഇദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ ഇവർക്ക് നടക്കുമെങ്കിലും ഇവർ പള്ളികളിൽ സ്ത്രീകളെ കയറ്റുകയുമില്ല. എന്നാൽ അത്തരത്തിലൊരു നിയമം ഇസ്ലാമിൽ ഇല്ലെന്ന് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. അതും ഒരു വലിയ കളവാണ്. മുസ്ലിം സ്ത്രീകൾ പള്ളികൾ കയറുന്നത് ഹറാമോ മറ്റോ അല്ല. പിന്നെ മുസ്ലിം സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പള്ളികളിലേക്ക് പോവേണ്ടതില്ല. അതായത് ഇവിടെയും വിഷയം അന്യപുരുഷന്മാർ തന്നെയാണ്. അന്യപുരുഷന്മാർ നിസ്കാരത്തിന് പള്ളിയിൽ പോകൽ അവർക്ക് പലപ്പോഴും നിർബന്ധമാണ്, സുന്നത്താണ്. അത്തരത്തിൽ ഈ അന്യപുരുഷന്മാർ പോകുന്ന പള്ളിയിലേക്ക് അന്യ സ്ത്രീകൾ ഇടകലർന്നുകൊണ്ട് നിസ്കരിക്കാൻ അവർക്ക് ജുമുഅ ജമാഅത്തിന് പോവാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്ന് കരുതി പുരുഷന്മാരില്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് പള്ളിയിൽ സ്ത്രീ കയറുന്നത് ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഇവിടെ ആരും പറയുന്നില്ല. അത് തെറ്റായ ഒരു വിഷയം തന്നെയല്ല. ഈ കാന്തപുരം ഉസ്താദ് തന്നെ നേതൃത്വം കൊടുക്കുന്ന മർക്കസ് നോളജ് സിറ്റിയിലെ, കേരളത്തിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയായ നോളജ് സിറ്റിയിലെ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രത്യേക ദിവസങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളായ ആളുകൾക്ക് അവിടെ പ്രത്യേകം ചില ദിവസങ്ങളിൽ അവിടെ പോയി ഈ പള്ളി സന്ദർശിക്കുവാനും അവിടെ പോയി കാണുവാനും ഒക്കെ അവസരങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ സ്ത്രീകൾ പള്ളിയിൽ കയറൽ എന്തോ തെറ്റാണെന്ന് ഈ ഒരു തെറ്റായ ഒരു പ്രചാരണം ഇദ്ദേഹം ഇവിടെ നടത്തുകയാണ്. അതുപോലെ തന്നെ ഈ ജമാഅത്തിന്റെ സമയത്ത് പോലും കേരളത്തിലെ യാത്രക്കാരായ സ്ത്രീകൾക്കൊക്കെ ഈ കാന്തപുരം ഉസ്താദൊക്കെ നേതൃത്വം കൊടുക്കുന്ന സംഘടന ഉണ്ടാക്കുന്ന പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം അവിടെ സജ്ജീകരണങ്ങളും ഉണ്ട്. അത് ഒരു മുറിയായിട്ടാണെങ്കിലും ചെറിയ ഒരു സെറ്റപ്പ് പള്ളികളിലൊക്കെ പള്ളികളുടെ കൂടെ ഒരുക്കാറുമുണ്ട്. അത്തരത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ കയറൽ ഒരു തെറ്റല്ല എന്ന് ഈ സുഹൃത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് കേട്ട് തെറ്റിദ്ധരിച്ചു പോയവരും മനസ്സിലാക്കേണ്ടതാണ് എന്ന് കരുതി ജുമുഅ ജമാഅത്തിന് അന്യപുരുഷന്മാരുടെ കൂടെ കലർന്നുകൊണ്ട് നിസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുക്കേണ്ടതില്ല. അത്തരത്തിലൊരു നിയമം ഇസ്ലാമിലില്ല. അത് സ്ത്രീകൾ അംഗീകരിക്കുന്നു എന്നേ ഉള്ളൂ എന്നും ഈ വിദ്വാൻ മനസ്സിലാക്കിയാൽ നന്നാവും. പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. ആരാണ് ഇതൊക്കെ പറയുന്നത്? നമുക്കറിയാമല്ലോ, ഈ സ്ത്രീകളുടെ വിഷയങ്ങൾ വലിയ 4-ാം നൂറ്റാണ്ടിലേക്ക്, പഴയ നൂറ്റാണ്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും സ്ത്രീകളെ അങ്ങനെ അധപ്പതനത്തിന്റെ അങ്ങേയറ്റം വീട്ടിന്റെ അറകളിൽ സൂക്ഷിച്ചു കളയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നു മുസ്ലിം പണ്ഡിതന്മാർ എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അതാരാണ് ഈ പറയുന്നത് എന്നുകൂടി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നമുക്കാവുന്ന കേൾക്കാം. ഏതായാലും എത്ര യാഥാസ്ഥിതികരായിരിക്കുമ്പോൾ പോലും ആ യാഥാസ്ഥികത പറയുന്നു. പക്ഷേ മറുഭാഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കമുള്ള കാര്യങ്ങൾ പടുത്തുയർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് വശം കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അതാണ്, ഇത്തരത്തിൽ ഇവർ വലിയ യാഥാസ്ഥികരാണെങ്കിലും ഇവരിവിടെ വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സ്ത്രീകൾക്ക് എന്നാണ് ഈ വിദ്വാൻ തന്നെ ഈ ചാനലിലൂടെ പറയുന്നത്. അതായത് വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടത്തിയ ഇവിടുത്തെ സ്ത്രീകളായ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ അടുക്കളയിലാക്കി കളയുന്നു എന്നാണല്ലോ ഈ ചാനലുകാരുടെ പ്രത്യേകിച്ചുള്ള ഈ പരാതി. മുസ്ലിം സ്ത്രീകൾക്ക് ആയിരക്കണക്കിന് സ്കൂളുകളും മറ്റു മദ്രസ സംവിധാനങ്ങളും തുടങ്ങിക്കൊണ്ട് മതഭൗതികപരമായി സ്ത്രീകളെ വിദ്യാഭ്യാസമായി ഉന്നതിയിലെത്തിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ കേരളത്തിലെ ഒരു മഹാപണ്ഡിതനാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ നോളജ് സിറ്റി ഉദ്ഘാടന സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞങ്ങൾ ഈ നോളജ് സിറ്റിയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് കാന്തപുരം ഇതവിടെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ചിന്തിക്കുന്നതിലും വേഗത്തിലാണ് കാന്തപുരത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവ സഞ്ചാരം എന്നുള്ളതാണ്. അവിടെ ഇന്റർനാഷണൽ സ്കൂളുകളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നു. ഇനിയും പല
സംവിധാനങ്ങളും ആ നോളജ് സിറ്റിക്കുള്ളിൽ കാലങ്ങളായി ഓരോ കാലഘട്ടത്തിലും വരാൻ പോകുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ കേരളത്തിൽ മർക്കസിന്റെ കീഴിലും കാന്തപുരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കീഴിലും ഈ കേരളത്തിൽ എന്നല്ല ഉത്തരേന്ത്യയിലും ഇന്ത്യ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുഴുക്കയും വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ, ആയിരക്കണക്കിന് പള്ളികളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് സ്കൂളുകളും അതുപോലെ പതിനായിരക്കണക്കിന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഈ നിയമം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യമെന്ന് ഈ വിദ്വാൻ തന്നെ പറയുകയാണ്. ഇതിനെ എതിർക്കുന്ന പണ്ഡിതന്മാർ ഏത് നൂറ്റാണ്ടിലേക്കാണ് മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ ഈ സ്ത്രീകളെ, മനുഷ്യരെ വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നവർ ഒരു സ്കൂളെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയവരാണോ? ഒരു ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് 100 രൂപ കൊടുത്തതാണോ ഇവരൊക്കെ? സ്കൂൾ നിർമ്മിക്കുന്നത് പോകട്ടെ, ഏതെങ്കിലും ഒരു സ്കൂളിന് ഒരു കല്ല് എടുത്തു വെക്കുവാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും അവിടെയൊക്കെ പോയി എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുവാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും ഒക്കെ അല്ലാതെ എന്തിന് കഴിയും ഇവർക്ക്? സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ് എന്നും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമെന്നും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഇവിടെ നടത്തിയതുപോലെയുള്ള നോളജ് സിറ്റി പോലെയുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടത്താൻ ഒരു പ്രസ്ഥാനത്തിനും ഇന്നിവരെ കഴിഞ്ഞിട്ടില്ലെന്നും ഇത്തരക്കാർ മനസ്സിലാക്കിയാൽ നന്നാവും. അതുപോലെ തന്നെ ഈ വിദ്വാൻ ഒരു കാന്തപുരത്തിന്റെ ഒരു കറാമത്ത് പറയുന്നുണ്ട്. ഇവര് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിവാദമാക്കി കഴിഞ്ഞാൽ കാന്തപുരത്തിനെതിരെ പഴയ കാലങ്ങളിലൊക്കെ നമുക്കറിയാം കാന്തപുരം വലിയ ശത്രുക്കളുള്ള ഒരു നേതാവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ ഏത് കാലാവസ്ഥയിലും ആരുടെ മുഖത്തു നോക്കിയും ദീനിന്റെ നിയമം അതാത് സമയങ്ങളിൽ വളരെ കൃത്യമായി പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ആ സമയങ്ങളിലൊക്കെ വലിയ ശത്രുക്കളുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ഈ സംഭവം വിവാദമാക്കിയപ്പോഴും ചാനലുകാരൊക്കെ അത്തരത്തിൽ ഒരു 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 എതിർപ്പ് ഇദ്ദേഹത്തെക്കൊള്ള കൊണ്ടുവരാം എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വലിയ സ്വീകാര്യതയാണ് കാന്തപുരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അത് ഇദ്ദേഹം തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഏതായാലും ഈ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ള തരത്തിലുള്ള ഈ വാദത്തെ ഏറ്റുപിടിച്ച് ഇ കെ സുന്നി ഭാഗവും രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാന്തപുരം പറഞ്ഞത് തന്നെയാണ് ഏറെക്കുറെ സത്താർ പന്തലൂരും പറഞ്ഞിരിക്കുന്നത്. ഇ കെ സുന്നി വിഭാഗത്തിലെ ഒരു ഫയർ ബ്രാൻഡ് നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഇ കെ സുന്നി വിഭാഗത്തിലേക്കും ഈ നിലപാട് വ്യാപിക്കുകയാണ്. അവർ ഏതായാലും എം വി ഗോവിന്ദനടക്കം വെല്ലുവിളിക്കുന്നില്ല എങ്കിൽ പോലും കൃത്യമായിട്ടും ഈ വിവാദത്തിനകത്ത് ഈ സുന്നികൾക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടുകയാണ്. ഇത് രാഷ്ട്രീയമായി ലീഗിനടക്കം ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലീഗുകാർ ഇക്കാര്യത്തിൽ അതുകൊണ്ട് മിണ്ടിയിട്ടില്ല. അതായത് ഇതിങ്ങനെ വിവാദമാക്കി കത്തിച്ചു നിർത്തിയാൽ ഈ നിലപാട് AP ഉസ്താദിന് തിരുത്തേണ്ടി വരുമെന്ന് ധരിച്ച ആളുകളായിരുന്നു ഈ ചാനലുകാരൊക്കെ, മുഖ്യധാരാ ചാനലുകാർ. പക്ഷെ ഇപ്പൊ ഇവർക്ക് തോന്നി ഇത് നമ്മളിങ്ങനെ വിവാദമാക്കും തോറും ഇത് വ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇ കെ സുന്നികളിലേക്കും കൂടി ഈ നിലപാട് വ്യാപിച്ചിരിക്കുന്നു. അവരൊക്കെ കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു. സത്താർ പന്തല്ലൂരും അതുപോലെ ജിഫ്രി തങ്ങളും ഒക്കെ കാന്തപുരം പറഞ്ഞത് ശരിയാണെന്നും അത് അംഗീകരിക്കണമെന്നും അത് നടപ്പിൽ വരുത്തണമെന്നും ഒക്കെയാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇത് ഇ കെ സുന്നികളിലേക്ക് ഇന്നോ ഇന്നലെയോ വ്യാപിച്ച ഒരു സംഭവമൊന്നുമല്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു നിയമവുമല്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇത് മുസ്ലിമീങ്ങൾ സുന്നികൾ എക്കാലത്തും അംഗീകരിച്ചു വരുന്ന പ്രവർത്തിച്ചു വരുന്ന നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇവിടുത്തെ AP സുന്നികളും ഇ കെ സുന്നികളും എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും സ്വീകരിച്ചു വരുന്ന ഒരു നയവും ഒരു നിയമവുമാണ് ഇവിടെ കാന്തപുരം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്നൊക്കെ ചർച്ചയ്ക്ക് നടുവിൽ ഈ സുരേഷിനെ പോലെയുള്ളവർ ചോദിക്കുന്നത് കേട്ടു. ഈ മുസ്ലിമീങ്ങൾ ഇത്രയും കാലം ഇതേ നിയമമൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇത് ഇന്നോ ഇന്നലെയോ പടർന്ന അല്ലെങ്കിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു സംഭവമല്ല. ഈ നിയമം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മതസൗഹാർദ്ദവും ഇവിടുത്തെ സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങളൊക്കെ ഈ മതസംഘടനകളും മുസ്ലിമീങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവർക്ക് ഒരു സ്വീകാര്യത ഒരു ഇത്തരത്തിൽ കാന്തപുരത്തിന്റെ വിഷയങ്ങൾ ഒരു വിവാദമാക്കുന്ന സമയത്ത് ചുരുങ്ങിയത് മുജാഹിദ് വിഭാഗങ്ങളിൽ നിന്നെങ്കിലും
ഈ പുത്തൻവാദികളിൽ എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗങ്ങളിൽ നിന്നെങ്കിലും ഇവർക്ക് കാന്തപുരത്തിനെ എതിർത്തുകൊണ്ടൊരു വോയിസ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ ഹുസൈൻ മടവൂരിൻ്റെ അടുത്ത് പോയപ്പോഴും അദ്ദേഹവും പറയുന്നു ഇത് കാന്തപുരം പറഞ്ഞത് ശരിയാണ്, അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്നുകൊണ്ടുള്ള പരിപാടി ഇവിടെ ശരിയാവില്ല, അത് ഇസ്ലാമിനെതിരാണ് എന്ന് ഇ.കെ. സുന്നികൾ പറയുന്നു. ജിഫ്രി തങ്ങൾ, അതുപോലെ സത്താർ പന്തല്ലൂർ, അങ്ങനെ തുടങ്ങി സുന്നികളും അസുന്നികളുമായ ഇവിടുത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും, എന്തിലധികം മുസ്ലിം ലീഗ്, സുന്നികൾ തമ്മിൽ ഐക്യപ്പെടുവാൻ കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവന കാരണമായി സുന്നികൾ ഇപ്പോൾ കാന്തപുരത്തോട് തന്നെ നേർക്ക് ഐക്യപ്പെടുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഈ വിദ്വാൻ പറയുന്നത്. അതൊരു പക്ഷേ കാന്തപുരത്തിൻ്റെ കറാമത്തായി നമുക്ക് എണ്ണപ്പെടാവുന്നതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. പണ്ഡിതന്മാർ ഇത്തരത്തിൽ ഐക്യപ്പെടുകയും ഇരു സുന്നികളും ഇവിടെ ഐക്യപ്പെട്ടുകൊണ്ട് യോജിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയും ഒരു പ്രസ്താവനക്ക് മറ്റൊരു സംഘടന എതിര് പറയാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ രൂപപ്പെടണമെന്ന് വളരെ കാലങ്ങളായി എന്നെപ്പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു സന്ദർഭം കടന്നു വന്നതുപോലെ എനിക്ക് തോന്നുകയാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിലായി ഇരു സുന്നികളും വളരെ ഐക്യത്തിലും സ്നേഹത്തിലുമൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇത്തരത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ തന്നെ ഒരു പ്രസ്താവനക്ക് പരസ്യമായി ജിഫ്രി തങ്ങളെ പോലെയുള്ള ആളുകൾ, അതുപോലെ അതിൻ്റെ യുവജന നേതാക്കളിൽപ്പെട്ട സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇങ്ങനെ ഐക്യപ്പെടുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ മുസ്ലിം ലീഗ് പോലും അത്തരത്തിലാണ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാന്തപുരം മതപണ്ഡിതന്മാർ മതം പറയട്ടെ, രാഷ്ട്രീയക്കാരും മറ്റ് ഇതര മത ആളുകളൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളട്ടെ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന. അങ്ങനെ തുടങ്ങി ഈ എല്ലാ നാനാഭാഗത്തുള്ള ആളുകളും കാന്തപുരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോയത്. ചാനലുകാർ എല്ലാ രീതിയിലും വിവാദമാക്കിയത് ഒരു വിവാദമായില്ല എന്ന് തന്നെ പറയാം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.